ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഐബ്രോസ് വളരെ എളുപ്പത്തിൽ ഭംഗിയായിട്ട് എങ്ങനെ എഴുതാന്നുള്ളതാണ്. ഇതിനു മുമ്പും ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു ഐബ്രോ പെൻസിലായിരുന്നു. മേബിലിൻ്റെ ഫാഷൻ ബ്രോ ഡോ ഷേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അതിൽ ഓവർ 50K വ്യൂസ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടോളൂ, അത് ഞാൻ ലിങ്ക് ചെയ്തിടാം. അതും ഒരു നല്ല മെത്തേഡാണ് ചെയ്യാൻ. പക്ഷേ ഇനിയിപ്പോൾ ആ ഒരു ഐബ്രോ പെൻസിൽ ഇല്ലെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ നല്ല ഭംഗിയിൽ നമുക്ക് ഐബ്രോസ് എഴുതാൻ സാധിക്കും. അത് 5 മിനിറ്റ് പോലും എടുക്കില്ല, വളരെ എളുപ്പമാണ് അത് ചെയ്യാൻ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ശില്പ, ചാനലിൻ്റെ പേര് ഷിലു ടോക്സ് എന്നാണ്. കൂടുതലും മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. സോ അതിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഐബ്രോ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേമാതിരത്തെ ഒരു കുഞ്ഞി ഐബ്രോ ബ്രഷാണ് കേട്ടോ. ഇതിൻ്റെ അറ്റത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണ് ഐബ്രോ ബ്രഷിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞി ബ്രഷ് നമുക്ക് ആവശ്യമുള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ബ്രഷ് സെറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ഐബ്രോ ബ്രഷാണ് കേട്ടോ. ഇത് ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 11-12 ബ്രഷസ് ഉണ്ടായിരുന്നു ആ സെറ്റിൽ. 250-300 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഒരു ബ്യൂട്ടി ബ്ലെൻഡറും ഒരു ബ്രഷ് ക്ലീൻ ചെയ്യുന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകുന്ന ഒരു സാധനം. ഈ ഒരു സാധനം അതിൻ്റെ കൂടെ ഫ്രീ വന്നതാണ്. ഇത് ബ്രഷ് കഴുകാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു സാധനവും ഒരു ബ്യൂട്ടി ബ്ലെൻഡറും അതിൻ്റെ കൂടെ അന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഡീലായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു ബ്രഷിൻ്റെ സെറ്റായിരുന്നു പ്രാക്ടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഒരു ഐബ്രോ ബ്രഷ് ആയിരുന്നത്. പക്ഷേ ഇത് ഒട്ടും ക്വാളിറ്റി വൈസ് എനിക്ക് മോശമാണെന്ന് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല ബ്രഷ് തന്നെയാണിത്. ഞാൻ അന്ന് മുതൽ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഹെയർസ് ഒന്നും വീണ് പോവുകയോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഐബ്രോസ് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു സ്പൂളി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്യാം. ഇതിങ്ങനെ ബ്രഷ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഐബ്രോൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. എവിടെയാണ് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് ആ ഷേപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു സ്പൂളി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് ബ്രഷ് ചെയ്യുന്നത്. ഐബ്രോസ് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഐ ഷാഡോ ആണ്. ഞാനിത് കുറച്ച് മുമ്പ് വാങ്ങിയിട്ടുള്ള ഒരു പാലറ്റാണിത്. കോസ്റ്റൽ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ റിവീൽഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള പാലറ്റാണിത്. ഈ പാലറ്റ് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കണ്ടില്ല ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. ഇവിടെ ഈ ബ്ലാക്ക് ഷെയ്ഡ് മാത്രമല്ല കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ വേണ്ട ബ്ലാക്ക് മാത്രമാണെന്ന് വെച്ചാൽ ബ്ലാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്താലും മതി. അപ്പോൾ ആദ്യം ഞാൻ ഈ ബ്രഷ് എടുക്കുകയാണ്. എന്നിട്ട് ഈ ബ്രഷ് ഈ ഒരു രീതിയിൽ, അതായത് ഈ ബ്രഷിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഈ കളറ് വരുന്ന മാതിരി ബ്രഷ് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. ഐബ്രോ ഷേപ്പ് വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോൻ്റെ കറക്റ്റ് ഷേപ്പ്, അതായത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം, എവിടെയാണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വരേണ്ടത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. ഇതേമാതിരത്തെ ഒരു ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് നിങ്ങളുടെ നോസിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കുക. അപ്പം ആ ബ്രഷ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് പുരികത്തിനെ, അതാണ് നിങ്ങളുടെ ഐബ്രോൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അതായത് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കാം, കണ്ടോ? ഈ ബ്രഷ് എവിടെയാണോ തട്ടുന്നത് ഇതാണ് നിങ്ങളുടെ ഐബ്രോൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, ഇനി ഹയസ്റ്റ് പോയിന്റ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ സംഭവം ഇതേ സ്ഥലത്ത് വയ്ക്കുക. എന്നിട്ട് കണ്ണിൻ്റെ സെൻറ്ററിൽ കൂടെ പോയിട്ട് ബ്രഷ് എവിടെയാണോ തട്ടുന്നത് അവിടെയാണ് ഐബ്രോൻ്റെ ഹയസ്റ്റ് പോയിന്റ് വരുന്നത്. ഇനി ഇത് ഐബ്രോ എവിടെ എൻഡ് ചെയ്യണം എന്നുള്ളത് അതേമാതിരി തന്നെ സെയിം പൊസിഷനിൽ വയ്ക്കുക. കണ്ണിൻ്റെ ഏറ്റവും എൻഡിലും കൂടെ പോവുക. കണ്ടോ, ഇവിടെയാണ് ഐബ്രോൻ്റെ എൻഡിങ് വരേണ്ടത്, അതായത് സ്റ്റാർട്ടിങ്. ഓക്കെ, കണ്ണിൻ്റെ സെൻറ്ററിൽ കൂടെ പോയിട്ട് ഇവിടെ ഹൈ പോയിന്റ്. ഓക്കെ, എൻഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ എൻഡ്. ഓക്കെ, അപ്പം അവിടെയാണ് നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ ഐബ്രോസ് എപ്പോഴും ഷേപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ബ്രഷിൻ്റെ മുകളിൽ നമ്മൾ ഐ ഷാഡോ എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് മോൾ ഭാഗത്ത് നമുക്ക് ആദ്യം ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മോൾ ഭാഗത്ത് മാത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ മെല്ലെ അത് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വരച്ച് കൊണ്ടുവരാം. അവിടെ വരെ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഏറ്റവും ഫ്രണ്ടത്തെ പോർഷനിൽ ഇപ്പോൾ വരയ്ക്കേണ്ട കാര്യമില്ല, നമുക്കത് ലാസ്റ്റ് ഫില്ല് ചെയ്യാം. അപ്പം മുകളിൽ ഒരു വര വരച്ചു. അതേപോലെ ഇതാ താഴ്ഭാഗത്തും അതേ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബോർഡർ വരച്ചു കൊടുക്കാം. അത്രേ വേണം. ഓക്കെ, എന്നിട്ട് മെല്ലെ ആ ലൈന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഫ്രണ്ട് പോർഷൻ വരെ കൊണ്ടുവരാം. ഫ്രണ്ട് പോർഷനിൽ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കരുത്. അങ്ങനെ വരയ്ക്കുമ്പോൾ കൂടുതൽ ഡാർക്കായിട്ട് അവിടെ കളർ വരും, അതത്ര നന്നാവില്ല കാണാൻ. അപ്പോൾ കുറച്ചൊന്ന് ബ്രഷ് വിട്ട് പിടിക്കുക. എന്നിട്ട് മെല്ലെ, വളരെ മെല്ലെ ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് മാത്രം ഫ്രണ്ട് പോർഷനിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ വേണ്ടൂ. ഇതാ നമ്മുടെ ബോർഡേഴ്സ് നല്ല ഷേപ്പ് ഡിഫൈൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. എവിടേക്കാണോ നിങ്ങൾ ഗ്യാപ്സ് കാണുന്നത് അവിടെയൊക്കെ ഈ കളർ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെയൊക്കെ ഗ്യാപ്സ് കാണാം. ഞാൻ സൂമിൻ ചെയ്യാം കുറച്ച്. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, നമ്മളിതാ മോൾ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു വര, പിന്നെ ഇതാ താഴെ നമ്മളൊരു വര വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല ഗ്യാപ്സ് കാണുന്നുണ്ട്. ഇവിടെയും കുറച്ച് ഗ്യാപ്സ് കാണുന്നുണ്ട്. ഇനി ആ ഗ്യാപ്സൊക്കെ നമ്മൾ ഈ സെയിം ഷെയ്ഡ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെയുള്ള ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള ചെറിയൊരു ഗ്യാപ്പും പിന്നെ ഈ ഫ്രണ്ട് പോർഷനും ഫില്ല് ചെയ്യാം. ഈ പോർഷനിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലേക്കുള്ള രീതിയിലാണ് ബ്രഷ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഈ എൻഡ് പോർഷനിലേക്ക് നിങ്ങൾ എത്ര വേണമെങ്കിലും ഡാർക്കായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്രണ്ട് പോർഷനിൽ അത്ര അധികം ഡാർക്കായിട്ട് ഫില്ല് ചെയ്യരുത്. കുറച്ചൊരു ലൈറ്റായിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്സൊക്കെ കുറച്ചൊന്ന് വെക്കണം. അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നും. ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ, അതായത് ഇവിടെ കുറച്ച് ഗ്യാപ്സൊക്കെ കാണുന്ന മാതിരി വെച്ച് ഇവിടെയൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്താൽ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് വരിക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളാണ്. ഒരു 2 മിനിറ്റ് അത്രേ മാക്സിമം എടുക്കുള്ളൂ. ഇത് ആദ്യം ഒന്ന് ചെയ്യാനൊരു ചെറിയൊരു പ്രാക്ടീസായി വരാനുള്ള ഒരു സമയമുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹാങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് 2 മിനിറ്റ്സ് പോലും വേണ്ട ഇത് ചെയ്യാൻ. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. ഈ ഐബ്രോനെ സംബന്ധിച്ച് ഇത് നല്ല തിക്കർ ആൻഡ് നല്ലൊരു ഷേപ്പിലാണ് ഈ ഐബ്രോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഐബ്രോ കൂടെ ചെയ്തിട്ട് വരാം. കണ്ടോ? അപ്പോൾ ഞാൻ 2 ഐബ്രോസ് ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. 2 മിനിറ്റ് പോലും എടുക്കില്ല. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തത് ഒരു കൈ വഴക്കം വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും സമയം എടുക്കാണ്ട് തന്നെ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് എഴുതിയെടുക്കാൻ സാധിക്കും. 2 ഐബ്രോസും നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലോ അല്ലെങ്കിൽ ഒരു ഐബ്രോ കിറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഇതേമാതിരത്തെ ഒരു ചെറിയൊരു ബ്രഷും ഒരു ബ്ലാക്ക് ഐ ഷാഡോവും അത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതെല്ലാം വെച്ചാൽ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൻ്റെ പേരും @Shilu Talks എന്നാണ്. അവിടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.